കോട്ടയം ജില്ലയിൽ വന്ധ്യംകരണത്തിനായി 7 ABC കേന്ദ്രങ്ങൾ തുറക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങി. ഒരെണ്ണം മാത്രമാണ് നിലവിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഭീമമായ ചെലവും സ്ഥലം ലഭിക്കാത്തതുമാണ് ABC സെന്ററുകൾക്ക് തിരിച്ചടിയായത്. ഓരോ ബ്ലോക്കിലും ഓരോ ABC കേന്ദ്രമെന്ന നിലയിൽ ആകെ 7 എണ്ണം തുടങ്ങാനാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിട്ടത്. എന്നാൽ ഉയർന്ന സാമ്പത്തിക ചെലവ് കാരണം ജില്ലയിൽ ഇതുവരെ തുടങ്ങിയത് ആകെ ഒരു ABC കേന്ദ്രം മാത്രം. വലിയ സാമ്പത്തിക ചെലവും സ്ഥലം ലഭിക്കാത്തതുമാണ് ABC സെന്ററുകളെ പിന്നോട്ട് വലിച്ചത്. 1 കോടിയോളം രൂപയാണ് ഒരു ABC കേന്ദ്രം നിർമ്മിക്കാൻ ചെലവ് വരുന്നത്. 25 സെന്റ് സ്ഥലവും വേണം. വീടിന് സമീപം ABC സെന്റർ തുടങ്ങുന്നതിൽ പ്രദേശവാസികളുടെ എതിർപ്പുമുണ്ടായി. ABC സെൻറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശമായൊരു സംവിധാനം. അവിടെ ABC ചെയ്തു കഴിഞ്ഞാൽ ഈ നായ്ക്കളെയെല്ലാം അവിടെ തുറന്നു വിടും. ഇതുങ്ങളെല്ലാം ഭയങ്കര ഒച്ചയും ബഹളവും ആകും. എല്ലാം ശല്യമുണ്ടാകും. ഒരു വലിയൊരു ശല്യം എന്നുള്ള രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ പബ്ലിക്കിൻ്റെ ഇടയിൽ വ്യാപകമായ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, പൊളിറ്റീഷ്യൻസ് LSTD അധ്യക്ഷന്മാരെല്ലാം പൊളിറ്റീഷ്യൻസാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൻ്റെ ഇത്രയും വലിയ എതിർപ്പെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സെൻറ്റർ പോലും പുതിയതായിട്ട് നമുക്ക് ആരംഭിക്കാൻ പറ്റാഞ്ഞത്. തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ കൂടുതൽ സെന്റർ തുറക്കാനായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി. വൈക്കത്ത് സെന്റർ തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. നിലവിൽ കോടിമതയിലാണ് കോട്ടയത്തെ ഏക ABC സെന്റർ പ്രവർത്തിക്കുന്നത്. ഇതുവരെ 1800-ലധികം നായ്ക്കളെ ഇവിടെ വന്ധ്യംകരിച്ചു കഴിഞ്ഞു. ജില്ലയിലെ തെരുവുനായ ശല്യത്തിന് ഈ ഒരൊറ്റ കേന്ദ്രം കൊണ്ട് പരിഹാരമാകില്ല എന്നതാണ് സത്യം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.